സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. എനിക്കറിയാം വിശുദ്ധവാരമാണ്, എല്ലാവരും ഒത്തിരിയേറെ പ്രാർത്ഥനാരൂപിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയം. കൂടുതലും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിച്ച് ഒത്തിരിയേറെ ആഗ്രഹത്തോടെ ഈസ്റ്ററിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാൻ നിൽക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ വിശുദ്ധവാരം കടന്നു വരുമ്പോൾ പലരും ഏറ്റെടുക്കാറുള്ള ഒരു ത്യാഗപ്രവൃത്തിയാണ് മലകയറ്റം. പ്രത്യേകിച്ച് മലയാറ്റൂർ മല കയറുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ മലയാറ്റൂർ മല കയറാൻ നേർച്ച നേർന്നുകൊണ്ട് നടന്നു പോകുന്നത് ഞാൻ കാണാറുണ്ട്. ചിലർ വലിയ കുരിശുണ്ടാക്കി മല കയറാൻ പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ചില ഗ്രൂപ്പുകളോടൊപ്പം ഞാനും മലയാറ്റൂർ മല കയറുവാൻ അതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ഞാനും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ ഒരു മലയാറ്റൂർ മലകയറ്റത്തെക്കുറിച്ചാണ്. അത് നടന്ന് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം ഞങ്ങൾ കാരിസ്മയിലെ കുർബാനയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ നോയ്സ് മാസ്റ്റർ ആയിരുന്ന സെബാസ്റ്റ്യൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുകയാണ്. ഒത്തിരിയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒന്ന് മലയാറ്റൂർ കയറിയത്. ഇതിന് ശേഷം ഒന്ന് മലയാറ്റൂർ മല കയറുവാൻ സാധിച്ചിട്ടില്ല. ഈ വർഷമെങ്കിലും ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്നാൽ ഇപ്പോൾ നമുക്കങ്ങ് പോയാലോ? അച്ഛൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. കാരണം അച്ഛൻ സർപ്രൈസായിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. തൻ്റെ ഒരു ആഗ്രഹം പ്രകടമാക്കിയുള്ളൂ. ആ നിമിഷം തന്നെ അത് സാധിക്കുമെന്ന് അച്ഛനും കരുതിയിട്ടുണ്ടാവില്ല. അച്ഛനുടനെ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വേഗം വരാം, അച്ഛനും ഡ്രസ്സ് മാറിക്കോ. ഉടനെ തന്നെ ഇവിടുത്തെ റീജൻ്റ് ബ്രദർ ഉണ്ടായിരുന്നു, പിന്നെ 2 പേരെ കൂടി കൂട്ടി ഞങ്ങൾ 5 പേരാണ് മലയാറ്റൂർ മല കയറുവാൻ വേണ്ടി പോകുന്നത്. വളരെ ആവേശത്തോടു കൂടെ ഞങ്ങൾ ഒരു വണ്ടിയിൽ ഇവിടുന്ന് പോയി മലയാറ്റൂർ മലയുടെ അടിവാരത്തെത്തി. ഞങ്ങൾ വണ്ടിയെല്ലാം നിർത്തി അങ്ങനെ മല കയറുവാനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 വടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മല കയറാൻ ഉപകരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഒരു കുത്തി നടക്കാവുന്ന വടി ഞാനും സെബാസ്റ്റ്യനും കരുതി ബാക്കിയുള്ളത്. അപ്പോൾ ഞങ്ങൾ ആവേശത്തോടെ മല കയറുവാൻ ആരംഭിച്ചു. 1ാം സ്ഥലം എത്തിയില്ല. ഞങ്ങളുടെ ആവേശമൊക്കെ പതിയെ ചോർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടം സംഭവിക്കുന്നത്. മറ്റൊന്നുമല്ല, സെബാസ്റ്റ്യൻ പതിയെ ഒന്ന് കാലിടറി വീണു. ആ വീണ സമയത്ത് അച്ഛൻ വിരൽ തറയിൽ മുട്ടിയപ്പോൾ അച്ഛൻ്റെ വിരലിൻ്റെ ഈ ചൂണ്ടുവിരലിൻ്റെ ഇവിടെ ഇങ്ങനെ കീറി പൊളിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ്. 1ാമത്തെ സ്ഥലത്ത് തന്നെ ഒത്തിരിയേറെ ബ്ലഡ് വീണു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ അത്രയും ദൂരം നടന്നതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ ഉണ്ടാകുമല്ലോ, ആ ഒരു ഇതിൽ രക്തം ചൂട് പിടിച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ബ്ലഡ് വരും. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു ടെൻഷൻ രൂപപ്പെട്ടൊരു സമയമാണ്. എല്ലാവരും ഇനി എന്ത് ചെയ്യും? കാരണം 1ാമത്തെ സ്ഥലം എത്തിയിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ് 13 സ്ഥലങ്ങൾ കൂടി. അത്ര ഉയരത്തിലെത്തണം. ഇത് 1ാമത്തെ സ്ഥലത്തിൽ തന്നെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു. ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ കൂടെയുള്ള വർഗീസേട്ടൻ പറഞ്ഞു, അച്ഛൻ കുഴപ്പമില്ല, നിങ്ങൾ പോക്കോ, ഞാൻ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ പറഞ്ഞ് വർഗീസേട്ടൻ നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്കും മടി മുകളിലേക്ക് പോകാൻ, അച്ഛനില്ലാതെ. കാരണം ഒത്തിരിയേറെ ആഗ്രഹം പറഞ്ഞത് അച്ഛനാണ്. അപ്പോൾ അച്ഛനെയും കൂട്ടി പോകണം. അച്ഛനും അതൊരു വിഷമത്തിൻ്റെ ഒരു സമയമായിരുന്നു. കാരണം അച്ഛൻ നിർബന്ധിച്ച വഴിയാണ് ഞങ്ങളെല്ലാവരും വന്ന് പാതി വഴിയിൽ വെച്ച് അത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അച്ഛനും എന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വചനം ഇതാട്ടോ, റോമൊക്കെ എഴുതിയ ലേഖനം 8ാം അധ്യായം 31ാം തിരുവചനത്തിൽ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരി നിൽക്കും? അത് ഈ ഒരു സംഭവമായിട്ട് കൂട്ടി നോക്കുമ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ മലയാറ്റൂർ മല കയറണം. അപ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിനും നമുക്ക് പ്രതിബന്ധമാകില്ല എന്നുണ്ട്. നമ്മളെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല, നമ്മളെ തളർത്താൻ ഒന്നിനും സാധിക്കില്ല. ആ ഒരു വിശ്വാസം എന്തായാലും സെബാസ്റ്റ്യനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. അന്നേരമാണ് 1ാമത്തെ സ്റ്റേഷൻ്റെ അപ്പുറത്തായി ഒരു നേഴ്സിംഗ് സെൻറ്റർ ഞങ്ങൾ കാണുന്നത്. കുറച്ച് നേഴ്സുമാർ നിന്ന് ഇങ്ങനെ ഇത് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ ഉണ്ട്. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി. അവർ നോക്കിയപ്പോൾ വിരൽ ഇങ്ങനെ പൊളന്ന് നിൽക്കുക, എന്തായാലും സ്റ്റിച്ച് ഇടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു, ഇനി വേണ്ട, എന്തായാലും ഇവിടം വരെ എത്താൻ സാധിച്ചല്ലോ, നമുക്ക് തിരിച്ചു പോകാം വെച്ചാൽ നമുക്ക് ഉടനെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഇതൊന്ന് ക്ലീൻ ചെയ്ത് കെട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, അതിനുള്ള സൗകര്യമുണ്ട്, ഞങ്ങളതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ വിരൽ ക്ലീൻ ചെയ്തു. അത് ബാൻഡേഡൊക്കെ ഒട്ടിച്ചു. അങ്ങനെ നിന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, മുകളിൽ ഇതുപോലത്തെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അവിടെ പോയി. അപ്പോൾ അവർ പറഞ്ഞു, മുകളിൽ ഇതുപോലെ ഫസ്റ്റ് എയ്ഡ് നേഴ്സിംഗ് സെൻറ്റർ ഉണ്ട്, പക്ഷേ അവിടെ ഡോക്ടർമാരൊന്നും അവൈലബിൾ അല്ല, മാത്രമല്ല 24 മണിക്കൂറിനുള്ളിൽ പോയി അത് സ്റ്റിച്ച് ഇടണം. അപ്പോൾ അച്ഛൻ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, കാരണം ഒരു ധീരമായ തീരുമാനം. അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്നവർ ഞാൻ കാരണം ഒരിക്കലും ബുദ്ധിമുട്ടാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു തിരിച്ചുപോക്ക് അവരുടെ ആഗ്രഹത്തെ ഖനിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമാണ് അച്ഛൻ അവിടെ എടുക്കുക. ഈ കൈയും വെച്ച് നമുക്ക് മല കയറാം. ഞങ്ങൾ അതിനുശേഷം അച്ഛനെ ഒത്തിരിയേറെ കളിയാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ഇതിൽ കാണുമ്പോൾ സുദർശന ചക്രവും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ.
ആ ഒരു അവസ്ഥയിലാണ്. കാരണം ഒരു പന്തം കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പോലെ ഇവിടെ മുഴുവൻ ബാൻഡേഡ് ചുറ്റി വലിയൊരു ചുറ്റൊക്കെ ചുറ്റി ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ടാണ് അച്ഛൻ പോകുന്നത്. ഓരോ സ്റ്റേഷനും പിന്നെ കയറുമ്പോൾ ഈ കൈ താത്തുന്നില്ല. കാരണം കൈ താത്തി കഴിഞ്ഞാൽ രക്തം കൂടുതൽ ഒഴുകുമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് തന്നെ. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തി മലയാറ്റൂർ മല കൈ ഉയർത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ടാവുക. കാരണം അത് സെബാസ്റ്റ്യൻ അച്ഛന് ഒരു അംഗീകാരം കൊടുക്കണം. കാരണം ഒന്നാമത്തെ സ്റ്റേഷൻ തൊട്ട് അവസാന സ്റ്റേഷൻ വരെ കൈ ഒന്ന് താത്താതെ ഉയർത്തിപ്പിടിച്ച്, അത് ഭയങ്കര ഒരു ത്യാഗമാണ്. ഞങ്ങൾ തമാശയായിട്ട് പറയുമെങ്കിൽ പോലും അത് ഭയങ്കര ഒരു ത്യാഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. തൻ്റെ കൂടെയുള്ളവരുടെ ആഗ്രഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അച്ഛനെടുത്തൊരു ത്യാഗമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൈ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന വേദന എന്തായിരിക്കും? വലിയ വേദന. അതിൻ്റെ ഇടയ്ക്ക് രക്തം പോയി, ഒത്തിരിയേറെ രക്തം പോയി, തളർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. കാരണം നന്നായിട്ട് വിയർക്കുന്നു, രക്തം പോയി, ആ ക്ഷീണമെല്ലാം ഉണ്ടായിരുന്ന അച്ഛൻ ഞങ്ങളുടെ കൂടെ അത് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ് ഫിലിപ്പി 4:13. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അച്ഛൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം അച്ഛനെ ശക്തനാക്കുന്നതും ക്രിസ്തുവാണ്. ആ ഒരു ബോധ്യം അച്ഛനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അച്ഛൻ അത് ഏറ്റെടുത്തു. അച്ഛനത് ആവേശത്തോടെ മല കയറി. ഞങ്ങളെല്ലാവരും പോയി മല കയറി അവിടെ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഇവിടെ 4 മണി ആയപ്പോഴാണ് തിരിച്ചെത്തുന്നത്. രാത്രി പോയതാണ്. തിരിച്ച് 4 മണിക്ക് എത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി 3-4 സ്റ്റിച്ച് അച്ഛനിടേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛനടുത്ത ആ ഒരു ത്യാഗം ഞാൻ തിരിച്ചറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അച്ഛനെ മുന്നോട്ട് നയിച്ച അച്ഛൻ്റെ ഒരു വിശ്വാസമാണ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടുള്ള ഒരു പരിഗണനയാണ്, അല്ലേ? വേണമെങ്കിൽ അച്ഛൻ പറയുകയാണ് നമുക്ക് തിരിച്ചു പോകാം, കാരണം ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഇതെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ പോകേണ്ടതായിട്ട് വരും. പക്ഷേ അച്ഛൻ അവിടെ തീരുമാനമെടുത്തത് മറിച്ചായിരുന്നു. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും, ഒരുമിച്ച് മലയാറ്റൂർ മല കയറും, അവിടെ പ്രാർത്ഥിച്ചു വരികയും. പ്രിയമുള്ളവർ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ ലക്ഷ്യത്തിലെത്തിച്ചേർക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് നമ്മളുടെ എതിരെ നിൽക്കാൻ പറ്റും എന്ന് ചോദിക്കുന്ന പോലെ റോമക്കാർ 8:31 പറയുന്ന ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി കൂടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ ഫിലിപ്പി 4:13 നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. നമ്മൾ തളർന്നു പോകേണ്ടവരല്ല. ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിഘ്നമായിട്ട് മാറുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാം. പലപ്പോഴും നമ്മൾ തളർന്നു പോകാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അവിടെയൊന്നും തളർന്നു പോകരുത്. നമ്മൾ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടി എന്ത് ത്യാഗം എടുക്കാൻ തയ്യാറാവുക. അതോടൊപ്പം തന്നെ ആ ത്യാഗം എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാവുമ്പോൾ അതിൻ്റെ അനുഗ്രഹം വലുതാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വാരത്തിൽ പ്രത്യേകിച്ച് ദുഃഖവെള്ളിയിലും ഒത്തിരിയേറെ ആളുകൾ മല കയറാൻ പോകും. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഒരു വീഴ്ച കൊണ്ട് മറ്റുള്ളവർക്ക് അത് വിഘ്നമായിട്ട് മാറാൻ പാടില്ല. എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിട്ട് മാറുക. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ കരം നിങ്ങളെ മുന്നോട്ട് നയിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ അതിന് നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.